ഇന്ന് എന്റെ ഒരു മോർണിംഗ് റുട്ടീനാണ്. ഏകദേശം മിക്ക ദിവസങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ കേട്ടോ. രാവിലെ എണ്ണീക്കുന്നു, അടുക്കളയിൽ കയറുന്നു, ഫുഡ് ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, അവർക്ക് കൊടുക്കുന്നു, വീണ്ടും അടുക്കളയിൽ കയറുന്നു. ഇതൊക്കെ തന്നെ മെയിൻ പരിപാടി. തലേന്ന് തന്നെ ഇന്നത്തേക്കുള്ള കടലയൊക്കെ വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കഴുകി വാരി കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അതങ്ങ് കുക്കറിനകത്തോട്ട് വേവാൻ വെച്ച് ഇന്ന് നല്ലൊരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയേക്കാം. ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് ഉണ്ടാക്കാനുള്ള കറികളുടെ ലിസ്റ്റൊക്കെ ഞാൻ തലേന്നേ അങ്ങ് സെറ്റാക്കി വെക്കും കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേന്ന് രാവിലെ എണ്ണിക്കുമ്പോഴത്തേക്ക് മൊത്തത്തിൽ ഒരു കിളിപോയ അവസ്ഥയായിരിക്കും. അതുകൊണ്ട് ഇന്നലെ ഞാൻ തീരുമാനിച്ചായിരുന്നു ദോശയും കടലക്കറി ആയിരിക്കും. അങ്ങനെ രാവിലത്തെ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടികളും തൂപ്പും വാരക്കും ഒക്കെ കഴിഞ്ഞ് നേരെ വീണ്ടും അങ്ങ് അടുക്കളയിലോട്ട് കയറി. ഏട്ടന് വേണ്ടിയിട്ട് കട്ടൻ ചായ, എനിക്ക് വേണ്ടിയിട്ട് കരിപ്പെട്ടി കാപ്പി ഉണ്ടാക്കി കുടിച്ചിട്ടാട്ടോ ബാക്കി ദോശ ചുടാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയത്. ദോശ ചുട്ട് തീരാറായപ്പോഴത്തേക്ക് പീലി ഉറക്കം എണീറ്റ് വന്നു. പിന്നെ കുറച്ചു നേരം അവളുടെ കൂടെ ഇരുന്നിട്ട് വീണ്ടും അടുക്കളയിൽ കയറി കടലയ്ക്കുള്ള അരപ്പൊക്കെ ഒഴിച്ച് അങ്ങനെ കടലക്കറിയും ദോശയാക്കി അങ്ങ് റെഡിയാക്കി പീലിയെ പല്ല് തേപ്പിച്ച് അവക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് നേരെ അവളെ പറഞ്ഞ് അങ്കൻവാടി വിട്ടു. കുറെ ദിവസം പോവാതിരുന്ന് പോയോണ്ട് തന്നെ പീലിക്ക് ഇപ്പൊ അങ്കൻവാടി ചെല്ലുമ്പോഴത്തേക്ക് ചെറിയ കരച്ചിലൊക്കെ ഉണ്ട്. അവസാനം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് സ്കൂട്ടായി വീട്ടിൽ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ബാക്കി പരിപാടികളൊക്കെ നോക്കി. അപ്പൊ ഓക്കെ, ബൈ.